ഇത് പശ്ചിമേഷ്യയിലെ ഒരു കച്ചവടക്കാരൻ്റെ കഥയാണ്. ഒരു കച്ചവടക്കാരൻ ബിസിനസ് ആകെ മോശമായി, എല്ലാം നഷ്ടമായി നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തു എന്ന് പറഞ്ഞു, നിനക്ക് ഇതിൽ നല്ല ഒരു ആശ്വാസം കിട്ടും, നീ ഒരു വേശ്യാലയത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ഈ കച്ചവടക്കാരൻ മനസ്സോടെ വേശ്യാലയത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ആ വേശ്യാലയം നടത്തുന്ന ആൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ഇത്രയും സ്ത്രീകളുണ്ട്, ഇഷ്ടമുള്ള ആളെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായിട്ട് അവർ ആ സ്ത്രീകളെ കാണിച്ചു. അതിനകത്ത് ഒരാളെ ചൂസ് ചെയ്യാൻ പറഞ്ഞു. ആദ്യം വന്ന ആൾ തന്നെ ഈ കച്ചവടക്കാരൻ ചൂസ് ചെയ്യും. അവരാ മുറിയിലേക്ക് പോയി. ആ മുറിയിലേക്ക് കയറിയ സമയത്ത് കച്ചവടക്കാരൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഇപ്പോഴും കുടുംബത്തിനെ കുറിച്ചും തന്റെ കടയിലെ ജോലി ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ ചിന്തിച്ച് അയാൾ ഇങ്ങനെ വിഷമനായിട്ടിരിക്കുകയാണ്. ഇത് കണ്ട ആ സ്ത്രീ ഈ കച്ചവടക്കാരനോട് ചോദിച്ചു, എന്താണ് ഇത്രയും വിഷമിച്ചിരിക്കുന്നത്, വന്ന കാര്യമൊക്കെ മറന്നോ? അപ്പോൾ നമ്മുടെ കച്ചവടക്കാരൻ തിരിച്ചു ചോദിച്ചു, നീ എന്തിനാണ് ഈ തൊഴിൽ സ്വീകരിച്ചത്? അപ്പോൾ സ്ത്രീ പറഞ്ഞു, ഈ ലോകത്ത് ആരെങ്കിലും ആഗ്രഹിച്ച് ഈ തൊഴിൽ സ്വീകരിക്കുമോ? എൻ്റെ ഭർത്താവ് ഒരു കച്ചവടക്കാരനായിരുന്നു. അയാൾ ആ കച്ചവടം ചെയ്ത് ആകെ പൊളിഞ്ഞു. ഇന്നും എല്ലാം ശരിയാകുമെന്ന് കരുതി കിട്ടുന്ന മുഴുവൻ പിന്നെയും ആ കച്ചവടത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മക്കളുണ്ട്, അവരെ പോറ്റണം, മറ്റ് വഴിയൊന്നുമില്ല. അങ്ങനെ എന്നെ ഒരാൾ ഇവിടെ കൊണ്ട് പെടുത്തിയതാണ്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം, എൻ്റെ ഈ ശരീരം കണ്ട് അതിനുവേണ്ടി കാശ് തരുന്ന ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന ആ തുകയാണ് ഇന്ന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരേ ഒരു ജീവിതമാണ്. എനിക്ക് എൻ്റെ മക്കളെ പഠിപ്പിക്കണം, അവരെ നല്ല നിലയിലാക്കണം. അതുവരെ എനിക്ക് ചെയ്യാൻ മറ്റൊരു വഴിയില്ല. ഇതിനോടൊപ്പം എൻ്റെ ഭർത്താവ് ഉണ്ടാക്കുന്ന കടങ്ങളുടെ ഒരു ഭാഗവും ഞാൻ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട ആ കച്ചവടക്കാരൻ ഒന്നും പറയാതെ അവിടെ നിന്നിറങ്ങി തിരികെ തൻ്റെ കടയിലേക്ക് ചെന്നു. ചുറ്റും നോക്കി, ഇനി എനിക്ക് എന്ത് ഇവിടെ നിന്ന് ചെയ്യാം, എങ്ങനെ എനിക്ക് തിരിച്ചു തുടങ്ങാമെന്ന് ചിന്തിച്ചു. ഒരു കാര്യം മനസ്സിലായി, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ കച്ചവടക്കാരൻ്റെ ഒരൊറ്റ തീരുമാനമാണ് ഇതെല്ലാം തകരാൻ കാരണം. അത് തൻ്റെ ബിസിനസ്സിനോട് ചേർന്ന് പാർട്ട്ണറുമായിട്ടുണ്ടായ ഒരു ഈഗോ പ്രശ്നം കാരണം ആ ആളിനുള്ള എല്ലാ തുകയും തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ച. ആ ഈഗോ പ്രശ്നം അവിടെ ഉണ്ടായില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടാകുമായിരുന്നില്ല. ആ വേശ്യാലയത്തിൽ നിന്ന് കിട്ടിയ ആ ഇൻസൈറ്റ് അയാൾ ജീവിതത്തിൽ നടപ്പിലാക്കി. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ബിസിനസ്സിലൊരു കഷ്ടപ്പാട് വന്നു എന്ന് പറഞ്ഞ് മറ്റ് പല കാര്യങ്ങളുടെയും പിറകെ പോയിട്ട് സമാധാനിക്കാൻ നോക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കണം, നിങ്ങളും നിങ്ങളുടെ ചുറ്റുമുള്ളവരും ഇപ്പോഴും ജീവിക്കേണ്ട ആൾക്കാരാണ്. അവർക്ക് മികച്ചൊരു ജീവിതം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കുണ്ട്. അതിൻ്റെ പിറകെ പോകുമ്പോൾ എന്താണോ തെറ്റ്, ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കുക, അല്ലാതെ പുതിയ തെറ്റുകളിലേക്ക് പോവുകയല്ല വേണ്ടത്. അത് മദ്യമായാലും മയക്കുമരുന്നായാലും ഒളിച്ചോട്ടമായാലും അതൊന്നും അതിന് പരിഹാരമാവില്ല. പരിഹാരമാകുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്, എന്താണോ തെറ്റ് ആ തെറ്റ് ഇനി ചെയ്യാതിരിക്കുക, എന്താണോ ശരി ആ ശരി ചെയ്തുകൊണ്ടേയിരിക്കുക.